നമസ്കാരം. മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന ഇ അഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആറമ്മൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തോട് അനാദരവുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഒപ്പം കേന്ദ്ര സർക്കാർ വേണ്ടത്ര പരിഗണന നൽകിയില്ല, മരണം മറച്ചുവെക്കാൻ ശ്രമം നടത്തി. ഇങ്ങനെ പോകുന്നു ആക്ഷേപങ്ങളുടെ നീണ്ട നിര. ഈ ഘട്ടത്തിൽ വളരെ വേദനയോടെയാണെങ്കിലും നമ്മോട് പ്രതികരിക്കുകയാണ് ഇ അഹമ്മദിൻ്റെ മക്കൾ. ഡോക്ടർ ഫൗസിയ ഷർഷാദ്, റഹീസ് അഹമ്മദ്, നസീർ അഹമ്മദ്, നിങ്ങളോട് 3 പേരോടും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് നിങ്ങളുള്ളതെന്ന് ഞങ്ങൾക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. പക്ഷേ രാജ്യമറിയേണ്ട, ഇന്ത്യയിലെ ജനങ്ങൾ അറിയേണ്ടത്, വിശിഷ്ട കേരളത്തിലെ ജനസമൂഹം മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷനുമായ ഇ അഹമ്മദ് സാഹിബിൻ്റെ മരണത്തോടനുബന്ധിച്ചുണ്ട്. ഇനിയും പുറത്തു വരാത്ത ആ ആശുപത്രിയിലെ നാടകീയ മണിക്കൂറുകളിൽ നടന്ന പല സംഭവങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാവും. അതിലേക്കാണ് ഞങ്ങൾ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. നസീർ അഹമ്മദ്, താങ്കൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ, ആറമ്മൽ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ എന്താണ് താങ്കൾക്ക് അവിടെ നേരിടേണ്ടി വന്നത്? അത് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വിവരം കിട്ടുമ്പോൾ ദമാമിലാണ്, സൗദി അറേബ്യ. എനിക്ക് അധികം ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. 2 കാര്യം ഞാൻ ചോദിച്ചത്. ഒന്ന്, ഉപ്പാക്ക് എങ്ങനെയുണ്ട്? പറഞ്ഞ് മോശമാണ്. രണ്ടാമത്തെ ചോദ്യം, ഏത് ആസ്പത്രിയിലാണ് ഉപ്പാനെ പ്രവേശിപ്പിച്ചത്? അവർ പറഞ്ഞ് രാം മനോഹർ ലോഹിയ ഹോസ്പിറ്റൽ. അത് കേട്ടപ്പം എനിക്ക് കുറച്ച് സമാധാനമായി. കാരണം കുട്ടിയായിരുന്ന കാലത്ത് തന്നെ രാം മനോഹർ ലോഹിയ ഹോസ്പിറ്റൽ ഞാൻ കേട്ടത് പല പ്രധാനമന്ത്രിമാരും പല പ്രമുഖരും ആസ്പത്രി കിടന്നു പല പേരുകളും കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സമാധാനമായി. ഇനി നമുക്ക് ദ്വാരക്ക അവിടെ എത്താം. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ 9:15, 9:30 ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ കയറുമ്പോൾ എൻ്റെ പെങ്ങൾ ഫൗസിയ, പെങ്ങൾ ഭർത്താവ് ബാബു ഷർസാദ്, എൻ്റെ ബ്രദർ റെയ്സിൻ്റെ മകൻ സാദ്, അവരവിടെ ഉണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞള എന്നാണ് വിളിക്കുക ഫൗസിയുടെ ഭർത്താവിനെ. എന്താണ് പറയൂ? എനിക്കറിയില്ല എന്താ സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞു, എന്താ അത്? ഷോക്കിംഗ് ആണ്. അതായത് 2 പേരും ഡോക്ടേഴ്സാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പോയി കാണാം ഉപ്പാനെ. അപ്പോൾ പറഞ്ഞു, നമുക്ക് സമ്മതമില്ല അകത്ത് വരാൻ. അവിടെ അടുത്ത റഹീസ് എത്തുമ്പോഴേക്കും എന്തായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ? നസീർ പറഞ്ഞതുപോലെ ഞാൻ അവിടെ എത്തിയല്ലോ, എന്താ സംഭവിക്കുന്നു ഒരു ഐഡിയ ഇല്ല. ചോദിച്ചെന്താ പറ്റുന്നത്? അപ്പോൾ എല്ലാവരും ഒരു വെപ്രാളത്തിലാണ്, ഒന്നും മനസ്സിലാകാത്ത സ്ഥിതിയിലാണ് അവിടെ കിടക്കുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി. എന്നുവെച്ചാൽ ആ ഡോറ് തുറന്ന് ഈ ICU പോലത്തെ ട്രോമ സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ പോയി ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഫാദറെ കാണണം. ഞാനിതൊന്നും അറിയുന്നില്ല, ഇവരെ സ്റ്റോപ്പ് ചെയ്തതല്ലോ. ഞാൻ അതിനകത്ത് കയറിയിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഫാദറെ കാണണം, ഞാൻ മകനാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർ, ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ഒരു ജൂനിയർ ഡോക്ടർ, ഹൂ വാസ് എന്താ പറയുക, എല്ലാം കൺട്രോൾ ചെയ്യുന്നവർ കണ്ട ജൂനിയർ ഡോക്ടർ, പീസ് മീൽ ഇൻഫർമേഷനും ഒരു വിത്തലും ഇല്ല. ഇത് ഈ ടെൻഷനിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും എജിറ്റേറ്റഡായി. മുസ്ലിമായ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾ മൗത്ത് വരുത്തം കിട്ടുമ്പോൾ അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുക, സംസം വെള്ളം കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കടമകൾ. നിങ്ങൾക്കും ഞങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടിരുമ്പോൾ നമ്മളെല്ലാം മനസ്സിൽ തീയായിരുന്നു. എൻ്റെ പെങ്ങൾ അവിടെ ഇരുന്ന് കരയുക. റീസ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു പ്രശസ്തനായ ഡോക്ടറാണ്, പ്രസിഡൻറ്റിൻ്റെ ഡോക്ടറായിരുന്നൊക്കെ പറഞ്ഞ ഒരാൾ പറഞ്ഞ്, ഞാൻ വന്ന് ഇതിനകത്ത് കൊണ്ടുപോകാൻ വരൂ എന്ന് പറഞ്ഞ് എന്നെ കൈ പിടിച്ചു ഡോറ് വരെ കൊണ്ടുപോയി. പുറത്ത് ഒരു ഷൂസ്, അകത്ത് കയറുന്നതിന് മുമ്പ് ഇടുന്ന ഒരു ചെറിയ ഒരു തലയിൽ വെച്ചു. പറഞ്ഞ് വന്നോളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഒരു ജൂനിയർ ഡോക്ടറാണ് വന്ന് പറഞ്ഞില്ല, അകത്ത് കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, മകനെ ഒന്ന് അകത്ത് വിടണം, ഉപ്പാനെ കാണാനാണ്. ഹി വാണ്ട്സ് ടു സീ ഹിസ് ഡാഡ്, ഹിസ് ഫാദർ, യു ഹാവ് ടു അലൗ ഹിം, ദാറ്റ് ഈസ് ദി
വേ ഇറ്റ് ഷുഡ് ബി ഡൺ. ഇത് സീനിയർ ഡോക്ടറാണ്. അപ്പോൾ അവർ പറഞ്ഞു നോ, യു ഹാവ് ടു ഗോ ഔട്ട്. എന്നെ പുറത്താക്കി ഷൂസ് അയപ്പിച്ച് കോറിഡോർ വഴി പിറകെ നിന്ന് ഓൾ ദ വേ തിരിച്ച് പുറത്താക്കി. എന്നെ ശരിക്കും അവിടുന്ന് എൻ്റെ ഉപ്പാനെ കാണാൻ വേണ്ടി ഞാൻ വന്ന് ലാൻഡ് ചെയ്ത്, ഉപ്പ തൊട്ടടുത്തുണ്ടെന്ന് എനിക്കറിയാം, തൊട്ടടുത്ത് ഉപ്പുണ്ട്. എനിക്കുപ്പാൻ്റെ ഐ ക്യാൻ ഫീൽ ഹി ഈസ് ദെയർ. പക്ഷേ എന്നെ പിടിച്ച് പുറത്താക്കി. പുറത്ത് വന്നപ്പം ഡോക്ടർ ബാബു, എൻ്റെ ബ്രദറിൻ ലോ ഫൗസിയും പറഞ്ഞു, ദേവർ ബെഗിങ്, ദേവർ പ്ലീഡിങ്, ഒന്ന് അകത്ത് വരാൻ, ഒന്ന് കാണാൻ, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഒന്ന് ഷെയർ ചെയ്യാൻ. അവിടെയാണ് ഒരു ചോദ്യം. താങ്കളുടെ പിതാവാണ് അവിടെ കിടക്കുന്നത്. ഏതാണ്ട് 10 വർഷം കേന്ദ്രമന്ത്രിയായിരുന്ന മനുഷ്യനാണ്. ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിനാണ് ഒരവസ്ഥയുണ്ടാവുന്നത്. അത്രയും തലമുതിർന്ന ആളായിക്കട്ടെ, ഞാൻ ആ പാട്ട് മാറ്റിവെക്കുന്നു. പക്ഷേ ഒരു മകൻ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും കിട്ടേണ്ട മൗലികമായ അവകാശമുണ്ട്. അതൊരു സ്വാഭാവികമായ നീതിയാണ്. അത് കിട്ടാതെ ആശുപത്രിയിൽ പോവുകയായിരുന്നു. ഉപ്പ പാർലമെൻറ്റേറിയനാണ്. സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഫെയിൻറ്റ് ചെയ്തത്. അവിടുന്ന് കൊണ്ടുപോയെന്ന് വെച്ചാൽ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത ഒരു വ്യക്തി, ഒരുപാട് കാലം 3-4 പ്രൈം മിനിസ്റ്ററെ കീഴിൽ പോയ ആൾക്ക്, അത് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനനുസരിച്ചിട്ട് ഒരാൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ്, ഒരാൾക്ക് കിട്ടേണ്ട മൗലികമായ അവകാശങ്ങൾ നിശ്ചയിച്ചെന്നുള്ള 100% ഞാൻ ആവശ്യപ്പെടുന്നു. ഡോക്ടർ ഫൗസിയ, ഞാൻ അതിൻ്റെ താങ്കളൊരു ഡോക്ടറാണ്. ആ കാര്യങ്ങളിൽ വിശദീകരിക്കുന്നതിന് മുമ്പ്, ഒരുപക്ഷെ റഹീസ് എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയ ആൾ കൂടിയാണ്. എന്താണ് അവിടെ നേരിടേണ്ടി വന്നത്? ഒരു ജീവിതത്തിലെ ഭീതിജനകമായ ഒരവസ്ഥയായിരുന്നോ ആ മണിക്കൂറുകളിൽ താങ്കൾ അവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നത്? വെൻറ്റിലേറ്ററിലാണ്, പേസ് മേക്കർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട്, അവർ ഉപ്പാൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുകയെന്ന്. കാരണം നമ്മളെ മെഡിക്കൽ പ്രൊഫഷന് അതാണ് ഏറ്റവും നിർബന്ധമായിട്ട് ഉള്ള ഒരു സ്റ്റാൻഡേർഡ്. ഏത് ആക്ഷൻ ചെയ്യുമ്പോഴും ആ പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ ആ വിശ്വാസവും, പിന്നെ ഉപ്പ പാർലമെൻറ്റിൻ്റെ അകത്ത് ആണിത് സംഭവിച്ചത്. അപ്പോൾ ഉപ്പക്ക് ഏറ്റവും നല്ല കെയർ കിട്ടും എന്നുള്ള ഒരു ചെറിയ ആ വിശ്വാസം ബാക്കിലുണ്ടായതുകൊണ്ട് ഇവരിത് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ കുറേയും കൂടി വളരെ മയത്തിലാണ് നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് റിക്വസ്റ്റ് ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യാൻ നമ്മളെ തടയാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടെയുള്ള MP-മാരും മുതിർന്ന എല്ലാ നേതാക്കന്മാരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ID എവിടെയെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഒരു സീനിയർ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. അതെനിക്കൊന്നൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ഞാനൊരു പ്രൊസീജിയർ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. ശരി, ഏതാണ് പ്രൊസീജിയർ? അത് എക്മോ. എൻ്റെ ഹസ്ബൻഡ് ഷോക്ക്ഡായിപ്പോയി. കാരണം എക്മോ എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടേം ലോങ് ടേം ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനു മുമ്പ് പല ടെസ്റ്റും ചെയ്യാനുണ്ട്, പലതും ചെയ്യാനുണ്ട്. ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിവരവും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നിങ്ങൾ ബ്രെയിൻ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഡോക്ടർ എന്നാൽ പിന്നെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം എന്നുള്ളൊരു മട്ടിൽ, അത് നിർബന്ധമാണത് ചെയ്യണം എന്നുള്ളത്. അവർ അപ്പോഴാണ് ഞങ്ങളോട് പറയുന്നത്, ഉപ്പാനെ അവരൊരു ചെസ്റ്റ് കംപ്രഷൻ ഡിവൈസ് ഉണ്ട്, അതിലിട്ടിരിക്കുകയാണെന്ന്. അപ്പം ആ മെഷീനിൽ സാധാരണ ഇടാൻ പറ്റുന്നത് ഒരു 15 മിനിറ്റ്സ് മാക്സിമം. ഇനി ചില റെയർ കേസസിൽ 30 മിനിറ്റ്സ് കഴിഞ്ഞാലൊക്കെ പേഷ്യൻസ് കിട്ടാറുണ്ട്. വെരി വെരി റെയർ ടു ഗോ മോർ. എൻ്റെ ഫാദറിന് 78 ഇയേഴ്സ് ഓൾഡാണ്. എന്നിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും അവരത് 10 മണിക്കൂറോളം അപ്പോഴത്തേക്കും അവർ വെച്ചിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് 2 മണിക്ക് അവർ ഇട്ടതാണ്. അത്ര സമയം വരെ അവരിത് വെച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പം ശരിക്കും സഹിക്കാൻ പറ്റാത്ത വിഷമവും വേദനയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പേര്, നിങ്ങൾക്ക് ഫാദറുണ്ടോ വീട്ടിൽ? ഓരോരുത്തരടുത്തും ചോദിച്ചു. അവരടുത്ത് ചോദിച്ചു, നിങ്ങളെ ഫാദർ അവിടെ ഉണ്ടോ, നിങ്ങൾ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്യുമോ? അപ്പം തുടക്കം മുതൽ നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും അവർക്കൊരു മറുപടി ഉണ്ട്, വി ഹാവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ടോപ്പ്. ഓക്കെ,
അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ജൂനിയർ ഡോക്ടേഴ്സാണ്, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സാക്ഷിയില്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്തിക്സ്, മെഡിക്കൽ എത്തിക്സിൽ ഇങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തല ഉയർത്തിയിട്ട് പറയണമായിരുന്നു എനിക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്യില്ല എന്ന്. അങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് ഒരു പേഷ്യൻറ്റിന്. അതേ സമയത്ത് വെൻറ്റിലേറ്റർ വഴി അവർ ഓക്സിജൻ അകത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തകരാറ് എന്താണെന്ന് വെച്ചാൽ റിബ് ഫ്രാക്ചർ വന്നിട്ട് എയർ ഈ സ്കിന്നിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. എന്തായാലും ഞാൻ ഏറ്റവും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പം എൻ്റെ ഹസ്ബൻഡ് ഈ കോൺവെർസേഷനിൽ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ബ്രെയിൻ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യൂ. ചെയ്യും. എത്ര സമയം കൊണ്ട് ചെയ്യും? 30 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തായാലും ചെയ്യും. എന്നാൽ ശരി, 30 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 30 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുമില്ല, ഒരു ഡോക്ടറും വരുന്നില്ല, ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അത് ഓരോ പ്രാവശ്യം അവർ പറയുമ്പോൾ 10 മിനിറ്റും കൂടെ എന്ന് പറയും. ആരും ഈ മുമ്പിൽ നിൽക്കുന്ന ഈ സെക്യൂരിറ്റി ആരാന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ, കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആൾക്കാരാണ്. അവർ പറയും ഇല്ല 10 മിനിറ്റ്. അതിൻ്റെ ഇടയിൽ പോലീസ് എത്തി. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിയട്ടെ. 10 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 വർത്തമാനം കഴിയുമ്പോഴത്തേക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. ഇങ്ങനെ സമയം 2 മണിയായപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അടുത്ത ബന്ധുക്കൾ നമ്മൾ വിളിക്കാം. അപ്പോഴാണ് അവർ കറക്റ്റായിട്ട് അവർ നമ്മളോട് പറയുന്നത് ബ്രെയിൻ ഡെഡാണെന്ന്. ഈ ഹാർട്ടും ലങ്ങും വർക്ക് ചെയ്യാത്ത സമയത്തും ബ്രെയിൻ ഡെഡിൻ്റെ ടെസ്റ്റ് ചെയ്യാതെ അവർ ഇത്രയും മണിക്കൂർ നീട്ടിവെച്ചത് കൊണ്ടായിരുന്നു ഞങ്ങൾ അകത്ത് കയറാൻ സമ്മതിക്കാതിരുന്നതെന്ന് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ കേൾക്കുന്ന ന്യൂസ് എനിക്ക് ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ന്യൂസാണ്. ഞാനങ്ങനെ വേദനയോടുകൂടി ഉപ്പാനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോയി. അകത്തേക്ക് പോയപ്പം ഉപ്പാൻ്റെ മുഖം എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ എയർ പമ്പ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഓടിപ്പോയി ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചു വാട്ട് ഡിഡ് യു ഡു ടു മൈ ഫാദർ, ഡിഡ് യു പമ്പ് ഫ്ലൂയിഡ്സ്, വാട്ട് ഡിഡ് യു ഡു? ഒരു സബ്ക്യൂട്ടേനിയസ് എംഫിസീമിയാണ് ടെക്നിക്കൽ ടേം പറഞ്ഞു. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള എത്തിക്സിനെ കൊണ്ടും മര്യാദ കൊണ്ടും ഞാൻ അന്നേരം കരഞ്ഞും ദ്വാരന്നും പിടിച്ചു നിന്നു. ഇന്നലെ രാത്രിയായപ്പം എനിക്ക് തോന്നാൻ തുടങ്ങി ഉപ്പ ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ് ഉണ്ടെങ്കിൽ ഉപ്പ ശബ്ദമുയർത്തും, ഉപ്പ അത് തടയാൻ ശ്രമിക്കും. അങ്ങനെയുള്ളൊരു ഉപ്പാൻ്റെ മോളാണ് ഞാൻ. അതുതന്നെയാണ് ഉപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഉപ്പാൻ്റെ ശബ്ദം ഇപ്പം ഉയർത്താൻ പറ്റാത്ത സമയത്ത് അവരെന്തെങ്കിലും ഉപ്പാക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങളുടെ ഈ കണ്ണീരിന് ഈ രാജ്യം ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഈ രാജ്യം പ്രതിസന്ധി നേരിട്ട ചില ഘട്ടങ്ങളിൽ താങ്കളുടെ പിതാവ് ലോകത്തിനു മുന്നിൽ നടത്തിയ ചില ഇടപെടലുകൾ കൂടി ഈ രാജ്യം സ്മരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കണ്ണീരിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ആ രാത്രിയിൽ എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഈ ആശുപത്രിയിൽ കെട്ടിയാടപ്പെട്ടത്? ശരിക്കും അതിൻ്റെ അകത്ത് നടന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഡോക്ടേഴ്സ് പറഞ്ഞില്ലാത്താണ് നമുക്കിതെല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് ഒരൊറ്റൊരു ഇതേ പറയാനുള്ളൂ. നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ RML ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ? ഇത് എന്തിനാണ് ചെയ്തത്? ഈ കൺട്രിയിലുള്ള എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ലജ്ജിക്കേണ്ട വിധത്തിലുള്ള പ്രവൃത്തിയാണ് അവരവിടെ നിന്ന് ചെയ്തിരിക്കുന്നത്. ഒരു MP പറഞ്ഞത് അവിടെ ഈ നിങ്ങളെ കടത്തിവിടാത്ത സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിരുന്നു എന്ന് അവിടുത്തെ ചില ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന രീതിയിൽ ഒരു MP പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നസീർ അഹമ്മദ്, താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ ഇതറിഞ്ഞിട്ട് എത്തി ബഹളം വെക്കുന്നത് വരെയും നിങ്ങളോട് വളരെ മോശമായ രീതിയിൽ, നിങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൗൺസർമാരെ കൊണ്ടുവന്ന് നമ്മൾ കേരളത്തിലേക്ക് ഒരു ആശുപത്രിയാണെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ചെറുതായി ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ ഒരേ ഒരു ആഗ്രഹമല്ല, ഉപ്പാനെ കാണണം. അതാണ് നമ്മുടെ ആവശ്യം. ആ സമയത്ത് പല നേതാക്കളും സോണിയാജി പേഴ്സണലായിട്ട് വന്നു, സോണിയാഗാന്ധി വന്നു. സോണിയാഗാന്ധി എന്നെ
വിളിച്ചു പറഞ്ഞു, കം വിത്ത് മീ, ഐ വിൽ ടേക്ക് യു ഇൻസൈഡ്. ബട്ട് സോണിയാഗാന്ധിയുമായി ഞാൻ ഇടവഴിയിൽ ഇതേപോലെ ആ ഡോക്ടറുടെ പോയ അതേപോലെ പോയി. സോണിയാഗാന്ധിയെ സ്റ്റോപ്പ് ചെയ്തു, അകത്ത് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തി പലതും പറഞ്ഞു, ദിസ് ഇസ് ഹൗ യു ആർ ട്രീറ്റിംഗ് എ ഫോമർ മിനിസ്റ്റർ എന്നൊക്കെ പലതും പറഞ്ഞു. സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വന്നു. രാഹുൽ ഗാന്ധിയും ഇതുപോലെ അവരോട് കയർത്ത് സംസാരിച്ചു, ചോദിച്ചു ഇതെന്താ നിങ്ങൾ അനുവദിക്കാത്തത്. പല എഗെയിൻ നമ്മൾ ഡീൽ ചെയ്യുന്നത് അവിടെ ഒരു സെൻട്രൽ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഇല്ല, ഒരു വളരെ ലാഘവത്തോടെ, ഒരു പുച്ഛത്തോടെ. ട്രോമ സെൻ്ററാണോ ICU ആണോ അവിടെ ഒരു ലാഘവത്തോടു കൂടിയാണ് ഇവർ സംസാരിക്കുന്നത്. ഫാദർ അസുഖമായി കിടക്കുന്നത് കാണാൻ വരുന്നത് തന്നെ മെൻ്റലി ഇറ്റ്സ് ചാലഞ്ചിങ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 പേരും തകർന്നു പോയി. കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോ പ്രാവശ്യം കണ്ണടക്കുമ്പോൾ ഉപ്പ് അനുഭവിച്ച് ഉപ്പാനെ ട്രീറ്റ് ചെയ്ത ഈ ട്രാവേഴ്സിറ്റി ഓഫ് ജസ്റ്റിസ്, ട്രാവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ കൈൻഡ്നസ് ഒന്നും അങ്ങനത്തെ ഒരു പോവാത്ത, ഒരു ഡിഗ്നിറ്റി കൊടുക്കാതെ നിന്ന് ഈ സംഭവത്തിൽ ഞങ്ങൾ ഭയങ്കര അപ്സെറ്റാണ്. ഇത്രയും രാജ്യത്തിന് വേണ്ടി, രാജ്യമാണ് ഫസ്റ്റ് വരുന്നത്, രാജ്യത്തിന് വേണ്ടി എന്ത് വിധത്തിലും എവിടെ പോയും സംസാരിക്കാനും ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറുള്ള ഒരു മനുഷ്യനെ, അതും സെൻട്രൽ ഹാൾ പാർലമെൻറ്റിൽ വെച്ച് ഫെയിൻറ്റ് ചെയ്ത് എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജോലിൻ്റെ നടുവിൽ when he was on duty he fell down in the parliament, and that too in the central hall, which is considered as the doyen of democracy. പിതാവിൻ്റെ നിങ്ങളെ പിന്നീട് കയറ്റിയിട്ട് മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ശരീരം കാണുമ്പോൾ അതിൽ നിങ്ങൾ ഈ പ്രൊഫഷണൽ മേഖല, മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ ഒപ്പമുള്ള ഒരു കുടുംബമാണ് നിങ്ങളുടെ. എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അത് അതിനെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടറായ ഫൗസിയും ഡോക്ടറായ ബാബുവും ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ, ഒരുപാട് പേഷ്യൻസുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവർ കണ്ടിട്ട് അവർ കരഞ്ഞത് എൻ്റെ പിതാവായോണ്ടും അവരെ പിതാവായോണ്ടും അവരെ ഏറ്റവും സ്നേഹിക്കുന്ന ആളായതുകൊണ്ടല്ല, അതൊരു മനുഷ്യനായോണ്ടാണ്. ഒരു മനുഷ്യനെ ഇതുപോലെ ട്രീറ്റ് ചെയ്യാൻ ഒരാൾക്ക് ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ അത് നടക്കരുത്. എൻ്റെ പിതാവ് അതിൽ ഏറ്റവും സീനിയറായ ഡോക്ടറെ വെച്ച് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സീനിയറായ ഡോക്ടർ ഇത്രയും സീരിയസായി കിടക്കുന്ന ഇത്രയും രാജ്യത്തിന് വേണ്ടി ചെയ്ത ആൾക്ക് നിൽക്കേണ്ടത് ജൂനിയർ ഡോക്ടേഴ്സിനെ വെച്ചും മിസ്ട്രീറ്റ് ചെയ്തും ഒരു സിറ്റുവേഷൻ ഇതാക്കുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ നടന്നു പോകുന്ന റോഡിൽ പോകുന്ന ആൾക്ക് ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ട്രീറ്റ് ചെയ്യുക? എൻ്റെ ബ്രദറിലോ ഒന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് എൻ അസോൾട്ട്. നിങ്ങളൊക്കെ ആലോചിക്കുന്നത് ഞങ്ങൾ കുട്ടികളായി പുറത്തിരുന്ന് വിഷമിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയാത്ത കാര്യം അകത്തൊരു അസോൾട്ട് നടക്കുകയാണ്. ഒരു അസോൾട്ട്, ഞങ്ങളുടെ ഫാദർ മുകളിൽ ഡോക്ടർമാരുടെ അസോൾട്ട് നടക്കുകയാണ്. താങ്കൾ പ്രധാനമന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു, നടപടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? പ്രധാനമന്ത്രി ഉപ്പാക്ക് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടും വളരെ സ്നേഹത്തിലും വന്നു എൻ്റെ അടുത്ത് വന്ന് കണ്ടോളൻസസ് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. RML ഹോസ്പിറ്റൽ എൻ്റെ ഫാദറിനെ ട്രീറ്റ് ചെയ്തത് ഉപ്പാക്ക് ഡിസേർവ് ചെയ്യുന്ന ലെവലിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. ആ ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം RML ഹോസ്പിറ്റലിനോട്. ആ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ എടുക്കണം. അപ്പോൾ അദ്ദേഹം തലകുലുക്കി സമ്മതിച്ചു. എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ റൈറ്റ്സ് എപ്പോഴും കീപ്പപ്പ് ചെയ്യുമെന്ന്.
മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരാണ്, വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് RML ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദമാക്കിയ ഒരു കാര്യം, അവർ തെറ്റായതൊന്നും ചെയ്തിട്ടില്ല, അവരുടെ ആത്മവീര്യത്തെ ചോർത്തരുത് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അവിടെയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ഇത്രയും ദിവസം പറഞ്ഞത്, ഒപ്പം അവിടെയുണ്ടായിരുന്ന MP-മാർ അടക്കമുള്ളവർ പറഞ്ഞത്, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വളരെ ഗുരുതരമായ ഒരു മനുഷ്യനോട്, അയാൾ എത്ര വലിയ ആളാവട്ടെ ചെറിയ ആളാവട്ടെ, ചെയ്യാൻ പാടില്ലാത്തതൊക്കെയാണ് അവിടെ നടന്നത് എന്നാണ് നിങ്ങളുടെ കൂടി വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് RML സൂപ്രണ്ടിനോട് പറയാനുള്ളത്? നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ക്രിട്ടിക്കലായിരുന്ന എൻ്റെ ഫാദറിനെ, ലീവ് അലോൺ ദറ്റ് ഹീ ഈസ് ദ ലീഡർ who has fought for the country and who has been the voice of the country and who has served the parliament for the last 30 years, all that you leave alone. ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആരാണെങ്കിലും ഉപ്പാക്ക് വേണ്ടി ഉപ്പാനെ അവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ ആര് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് അതാണ് പറയാനുള്ളത്. സാധാരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഉപ്പയാണ് അവരിങ്ങനെ ചെയ്യുന്നത്, നമുക്ക് സഹിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ തുടർ നടപടി? തുടർ നടപടി പറയുന്നതിന് മുമ്പേ സംസാരിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഞാൻ ഷഫീഖിനോട് ചോദിച്ചിരുന്നു, മോനെ നീ കണ്ടോ? പറഞ്ഞു രാവിലെ ഞങ്ങളൊക്കെ പോയിരുന്നു, രണ്ടുപേരായിട്ട് അകത്ത് ഏതോ ഒരു പോയിന്റ് വരെ ഉപ്പ എത്തിയ ഉടനെ ആൾക്കാരെ സമ്മതിക്കുന്നുണ്ടായിരുന്നു അകത്ത്. ഉപ്പാനെ കണ്ട് രണ്ടുപേരായി കണ്ട് തിരിച്ചു വന്ന് ഷഫീഖ് അവിടെ നിന്ന് പാക്കൊണ്ട് ഷഹാദ ഓതുന്നുണ്ടായിരുന്നു. ഏതോ ഒരു സമയത്ത്, എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ അതിനുള്ള മനസ്ഥിതി ആയിരുന്നില്ല, അവരെ സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾക്കും ഈ ഇങ്ങനെയുള്ള ക്രൂരത സഹിക്കേണ്ടി വരരുത്. അതിനു വേണ്ടിയാണ് നിങ്ങൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ സംസാരിക്കാൻ തയ്യാറായത്. എൻ്റെ ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നിങ്ങൾ ഇതിന് സമ്മതിച്ചത് എന്നത് ഓർത്തുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളിനി തുടർന്ന് ചെയ്യാൻ പോകുന്നത്? കാരണം ഇപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ രാഷ്ട്രീയം ചോദിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യമുണ്ട്, മറ്റ് കാര്യങ്ങളിലേക്ക് ആഴത്തിൽ പോകുന്നതും ശരിയല്ല എന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ഒരു നീതികേടാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട സ്വാഭാവികമായ നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. കാരണം പൊതുസമൂഹം അതിനൊപ്പം നിൽക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വരെ ഫുൾ ടൈം ദുബായിലായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉപ്പാനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് എനിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട്, ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. അത്ര അധികം പ്രാർത്ഥനയാണ് എൻ്റെ ഉപ്പാക്ക് കിട്ടിയത്. അവിടെയാണ് ഞാനിത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊരു ഹോസ്പിറ്റൽ അധികൃതർ അല്ലെങ്കിൽ ഏതാനും ഡോക്ടർമാർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ നേരത്തെ എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഒരു ഹൈ ലെവൽ ഇൻസ്ട്രക്ഷനെക്കുറിച്ച്. അതാരാണെന്ന് നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ? ഒരു ഊഹവും ഇല്ല, ഞങ്ങളൊന്നുമില്ല. ഇത് ഞങ്ങൾ ചോദിച്ച മാതിരി നസീർ കേൾക്കുന്ന ഞാനടക്കമുള്ളവർക്ക്, കണ്ടു നിന്ന മാധ്യമപ്രവർത്തകരടക്കമുള്ളവർക്ക്, കേൾക്കുന്ന പൊതുസമൂഹത്തിന് ഒക്കെ ഒരു സംശയമുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് മറച്ചു വെച്ചതാണ്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളുടെ പിതാവിന് ചെയ്ത അനീതി എന്തുകൊണ്ട് ചെയ്തു, അതിനുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ. ഒരു കാര്യം കൊണ്ടുണ്ട്, ഉപ്പ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആർക്ക് ഇങ്ങനെ ഒരു ഇൻജസ്റ്റിസും ഇങ്ങനെ ക്രൂവലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിലും ഉപ്പ അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തുമായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ്. അപ്പം ഈ ഇൻജസ്റ്റിസിനെതിരായിട്ട് ശബ്ദം ഉയർത്തണം. എനിക്ക് കിട്ടേണ്ട മറുപടി എനിക്ക് RML ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് കിട്ടേണ്ടത്. ആ മറുപടി എനിക്ക് മാത്രമല്ല, ഉപ്പാനെ സ്നേഹിക്കുന്ന ഈ നാട്ടിലുള്ള ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ, ഇവിടെ നമ്മളടുത്ത് സ്നേഹം കാണിക്കാനെത്തിയ അവരുടെ അടുത്താണ് മറുപടി പറയേണ്ടത്. അവരുടെ അടുത്ത് മാത്രമല്ല, ഹോൾ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ അടുത്താണ് മറുപടി പറയേണ്ടത്. ഇവരുടെ പിതാവ് അഹമ്മദ് ജീവിച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലുമെതിരെയുള്ള അനീതിക്കെതിരെ അപ്പോൾ ശബ്ദമുയർത്തുമായിരുന്നു എന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞു വച്ചത്. ഇവരുടെ ആഗ്രഹം പോലെ ഇവരുടെ പിതാവിന് ഇവർക്ക് നീതി കിട്ടാനായി
സമൂഹം ശബ്ദമുയർത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ വലിയ മനോവിഷമത്തിൻ്റെ ഘട്ടത്തിൽ പോലും കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയാൻ തയ്യാറായ ഈ അഹമ്മദ് സാഹിബിൻ്റെ കുടുംബത്തോട് ഒരിക്കൽ കൂടി മീഡിയ വൺ പ്രേക്ഷകർക്കായി നന്ദി രേഖപ്പെടുത്തുന്നു.